അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയ ആ മഹാത്മാക്കളുടെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ കേരളപ്പിറവി സ്പെഷ്യൽ ബ്യൂട്ടി മാർഗോൾഡ് അമ്മ അമ്മായിയമ്മ. ഒരു തികഞ്ഞ മലയാളിയായിരിക്കുന്നതിൽ എന്നും അഭിമാനിക്കുന്ന പ്രിയപ്പെട്ട മലയാളികൾക്കായി ഇതാ നമുക്ക് ബ്യൂട്ടി മാർഗോൾഡ് അമ്മ അമ്മായിയമ്മയുടെ മുഴുവൻ കണ്ടസ്റ്റൻസിനെയും സ്വാഗതം ചെയ്യാം. ഒപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ സ്വന്തം സുകുമാരിയമ്മ, മല്ലിക മാം ആൻഡ് ഡോക്ടർ ലതാ ദാസ്. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം. നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനോട് ചോദിക്കാം, കേരളത്തിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അവർ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ എന്തിനാണ് പാട്ടുകളും കേരളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു പോകുന്നത് അല്ലേ? നമുക്ക് എന്തായാലും മല്ലിക മാമിനോട് തന്നെ ചോദിക്കാം. ആദ്യം അമ്മ, കേരളപ്പിറവി അവസരത്തിൽ ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിൽ പിറക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ്. ഈ ഒരു സംസ്കാരം, ഈ ഒരു പാരമ്പര്യം, മലയാളി എന്തെല്ലാം കിടന്ന് തലകുത്തി മറിഞ്ഞാലും അവന്റെ ഉള്ളിൽ എന്നും മലയാളിയാണെന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ സംസ്കാരത്തെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. മലയാളിയുടെ പാരമ്പര്യം, മലയാളിയുടെ സംസ്കാരം, അത് മലയാളിയുടെ അല്ല, കേരളത്തിന്റെ തനതായ പാരമ്പര്യവും സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരുവിധം ഒട്ടുമുക്കാൽ രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണ്ട് ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തുണ്ടായിരുന്ന കേരളമല്ല, അതേതായാലും അതിനെപ്പറ്റി ഇനിയും ചിന്തിക്കുകയേ വേണ്ട. എന്നാലും കേരളത്തിലുള്ള ചില തനതായ രീതികൾ നമ്മളത് എത്ര കണ്ട് പാശ്ചാത്യവൽക്കരിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ, അത് പകർത്താൻ നമ്മൾ ശ്രമിച്ചാലും അവസാനം മലയാളിയുടെ മനസ്സിലെന്നും ആ പകർത്തുന്ന എല്ലാ കാര്യത്തിലും ഒരു മലയാളിത്വത്തിന്റെ അംശമുണ്ടായിരിക്കും. അതാണ് നമ്മുടെ തനതായ പാരമ്പര്യവും സംസ്കാരവും. എന്നെക്കാട്ടിൽ എത്രയോ പേര് കേരള മഹിമയെക്കുറിച്ച് ധാരാളം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കേരളം, മലയാളം എന്നൊക്കെ പറയുന്നത് ഇന്ന് ലോകത്തിന്റെ തന്നെ മുന്നിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവും പാരമ്പര്യവും സംസ്കാരവും ഒക്കെ തന്നെയാണ്. ഏത് ലോകത്തും സംഗീതമാവട്ടെ, നൃത്തമാവട്ടെ, അഭിനയമാകട്ടെ, മറ്റെന്തുമാവട്ടെ, ശാസ്ത്രയുഗത്തിലാവട്ടെ, മലയാളി ചെന്നെത്താത്ത സ്ഥലം എവിടെങ്കിലും ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അതാണ് കേരളം. അതുകൊണ്ട് തന്നെ അഭിമാനപൂരിതമാകുന്നു എന്ന് പറഞ്ഞില്ലേ മുമ്പേ ലക്ഷ്മി? തീർച്ചയായിട്ടും ഭാരതം എന്ന് കേട്ടാൽ മാത്രമല്ല, പ്രത്യേകിച്ചും കേരളം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരാളാണ്. ഇനി നമ്മൾ കാതോർത്തിരിക്കുന്ന വാക്കുകൾ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരിയമ്മയുടെ തന്നെയാണ്. വളരെയധികം നാളുകൾ മദ്രാസിലൊക്കെ ജീവിക്കുമ്പോഴും മലയാളിത്തത്തെ, മലയാള പാരമ്പര്യത്തെ ഒട്ടും വിട്ടുകളയാതെ, ഒട്ടും കൈമോശപ്പെടുത്താതെ സൂക്ഷിക്കുന്ന അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സുകുമാരിയമ്മ, എന്റെ വാക്ക് കേട്ടാ എല്ലാവർക്കും ചിരി വരും. എന്തെന്ന് വെച്ചാൽ ഞാൻ മലയാളവുമല്ല തമിഴുമല്ല രണ്ടും അല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ. ഒരു തമിഴാളല്ല ഞാൻ പറയുന്നത്, അമ്മയുടെ സ്ഥലം ചോദിച്ചാൽ നാഗർകോവിലിന്റെ അടുത്താണ്. സത്യത്തിൽ അത് തമിഴ്നാടാണ്. അമ്മ അവിടുന്നാണ്. പക്ഷെ ഞാൻ ജനിച്ച ഉടനെ എന്നെ കൊണ്ടുവന്നത് ട്രിവാൻഡ്രം, പൂജപ്പുര, അത് തന്നെ തിരുവനന്തപുരം. അപ്പൊ എന്റെ വല്യമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പൊ അവിടെ മലയാളം, അതും 5-6 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പോയത് തമിഴ്നാടാണ്. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഈ കേരളമല്ല, തമിഴ്നാടല്ല, എവിടെ കൊണ്ടുവന്നിട്ടാലും മലയാളം പറയാൻ പറ്റും, തമിഴും പറയാൻ പറ്റും, വേറെ ഏത് ഭാഷ വേണമെങ്കിലും പറയാം. മലയാളം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി അമ്മ എന്നും ഒരു മലയാളിയായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾ മദ്രാസിലുണ്ടായിരുന്നപ്പോഴത്തേക്ക് ലലക്കനെയും പപ്പിക്കനെയും വീട്ടില് അമ്മ നിർബന്ധമാണ് മലയാളത്തിൽ തന്നെ സംസാരിക്കണം, മുണ്ടുന്നേരിയതും ഉടുക്കണം, മുണ്ടുടുത്തിട്ടും ബ്ലൗസ് ഇടണം. അല്ലാതെ മുണ്ടുടുത്ത് ഇങ്ങനെ നേരിയത് അങ്ങനത്തെ അല്ല. അന്നത്തെ ഡ്രസ്സൊക്കെ വെറും മുണ്ടും അതിന്റെ മുകളിൽ ഒരു ബ്ലൗസുമായിരുന്നു. അതിപ്പോ കാണാറില്ല, അന്നുണ്ടായിരുന്നു. നല്ല ഡ്രസ്സാണ്, വളരെ നന്നായിരുന്നു. കുട്ടികളൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാ കാണാൻ. അപ്പൊ നമുക്കിനി ഡോക്ടർ ലതാദാസിന്റെ വാക്കുകളിലേക്ക് പോവാം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ
ഇത്രയും മനോഹരമായ കേരളത്തിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത്ര വൃത്തിയുള്ള ആൾക്കാർ, ശരിക്കും ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ആൾക്കാർ നമ്മൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ദിവസവും കുളിച്ച് കൂട്ടൊക്കെ വെച്ചില്ലേ, നല്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാം കേരളീയരായി ജനിച്ചതിൽ. അപ്പോ കേരളപ്പിറവിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായിട്ടൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ശരിക്കും കേരളപ്പിറവി ഒരു വലിയ ഉത്സവം തന്നെയാണ്. അതിന്റെ കൊടിയിറക്കമായി നമുക്കിതാ ഇവിടെ ആരംഭിക്കാം നമ്മുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മായിയമ്മയുടെ ആദ്യത്തെ സെഗ്മെന്റ്. എന്താണ്? യെസ്, ഷോക്കിംഗ് ട്രൂത്ത്. ഷോക്കിംഗ് ട്രൂത്തുമായി നമ്മുടെ അടുത്തേക്ക് ആദ്യം വരുന്നത് ഫാത്തിമ സുൽഫിയാണ്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമയുടെ അമ്മായിയമ്മ താജ് അക്ബർ. നമുക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. വെൽക്കം ഫാത്തിമ സുൽഫിയ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. നല്ല സുന്ദരി കുട്ടിയാണ്, പക്ഷെ ഈ ഡ്രസ്സ് കുറച്ച് കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇത്രയും സുന്ദരിയായിട്ട് വന്നിട്ട് പാവം താജ് ആന്റിയെ എന്ത് പറഞ്ഞു ഞെട്ടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞെട്ടുമെന്നറിയില്ല, മാം വായിക്കട്ടെ എന്നിട്ട് പറയാം. വായിക്കട്ടെ അല്ലെ? താജ് ആന്റി, വല്ല ഊഹമുണ്ടോ എന്തായിരിക്കും ഫാത്തിമ എഴുതിയിരിക്കുന്നത്? ഇല്ല. എന്ത് കാര്യം പറഞ്ഞാണ് ഫാത്തിമയെ കൂടുതൽ ശല്യപ്പെടുത്താറുള്ളത്? നീ എന്ത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എപ്പോഴും ആന്റി പറയാറുള്ളത്? നിസ്കരിക്കാൻ പറയാറുണ്ട്. നിസ്കരിക്കാൻ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് തന്നെ ആയിരിക്കും സബ്ജക്ട് എന്ന്. നമുക്ക് എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടി അതിന്റെ ഭംഗി കളയണ്ടെന്ന് മല്ലിക മാമിനോട് തന്നെ ചോദിക്കാം. മല്ലിക മാം, ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ എന്തെങ്കിലും എഴുതണ്ടേ? ഞാൻ എഴുതുമെന്ന് പറഞ്ഞതുകൊണ്ട് ഫാത്തിമ എന്തെങ്കിലും എഴുതാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും മോളെ കത്ത് തുറക്കട്ടെ. എന്ത് പറയുന്നു താജ്? തുറക്കാം. ഓക്കെ. അത് ശരി, ഒന്നും ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചത്. ചെറിയ 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 അക്ഷരത്തിൽ ഏതാണ്ടൊരു 2.5 പേജുണ്ട്. ഉമ്മയുടെ ജീവിതത്തിലേക്ക് ജാനിയുടെ കയ്യും പിടിച്ച് കയറി വരാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കത്തെഴുതാൻ മല്ലികാമ്മ ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലായിപ്പോയി. ഏതൊരു പെൺകുട്ടിക്കും പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുമല്ലോ. അത്തരം ആശങ്കകളെല്ലാം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്കകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ല ജീവിതമാണ് എനിക്ക് ലഭിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി. ഇതിനിടയിലും അതിനു മുൻപും നടന്ന എല്ലാ കാര്യങ്ങളും, ദേഷ്യം, സങ്കടം, സന്തോഷം, ഏതാണെങ്കിലും ഞാൻ ഉമ്മയുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയാൻ എന്റെ ജാനിയേക്കാൾ കംഫർട്ട് ഉമ്മയാണെന്ന് തോന്നിയിട്ടുമുണ്ട്. ഞങ്ങളുടേത് ലവ് മാരേജ് ആയിട്ട് പോലും എനിക്ക് ഉമ്മയും വാപ്പയും അനിയന്മാരും ഒന്നും തന്നെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാനും ഉമ്മയും ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പറയത്തക്ക പിണക്കങ്ങളോ വഴക്കുകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്നെ അമ്പരപ്പിക്കുന്ന ഉമ്മയുടെ ഒരു പെരുമാറ്റമുണ്ട്. അത് ഉമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഒന്നും ഞാൻ കരുതുന്നില്ല. എങ്കിലും എപ്പോഴൊക്കെയോ എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്റെ വീട്ടിലേക്കോ മറ്റോ പോകുന്ന അവസരങ്ങളിൽ ഉമ്മ ഫോൺ ചെയ്താൽ സത്യത്തിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പേടിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഒരു ചെറിയ റീസൺ കൊണ്ട് പോലും ഉമ്മ വല്ലാതെ ദേഷ്യപ്പെടും. എന്റെ വീട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഹസ്ബൻഡിനൊപ്പം ഞാൻ ഫ്രീ ആയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ദേഷ്യം എന്റെ മനസ്സിനെ വല്ലാതെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഉമ്മാന്റെ ഈ പെരുമാറ്റം ഞാൻ ഇതുവരെ ആരോടും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല. പലപ്പോഴും അതിന് ഞാൻ തന്നെ ഓരോ റീസൺസ് കണ്ടെത്താറുമുണ്ട്. ഉമ്മ തനിച്ചിരിക്കേണ്ടി വരുന്ന അവസരങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. അത് ഞങ്ങളുടെ എല്ലാം പ്രസൻസ് ഉമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വയം സമാധാനിക്കാറുമുണ്ട്. എന്തായാലും ഈ ഒരു കത്ത് ഒരിക്കലും ഉമ്മാനെ വേദനിപ്പിക്കാനോ എല്ലാവരുടെയും മുന്നിൽ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. എന്ത് റീസൺ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിഞ്ഞാൽ എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യാമെന്ന് കരുതിയാണ് എന്ന് സ്നേഹപൂർവ്വം ഫാത്തിമ സുൽഫിയ. അല്ല, ആ കത്തിന്റെ അവസാനത്തെ വാചകമാണ് എന്റെ ഏറ്റവും സുഖം, അല്ലേ?
നീ കാര്യം എന്തുമാകട്ടെ ഉമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പം എന്നെ കൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്നുള്ള ഒരു കുമ്പസാരത്തോടുകൂടിയാണ് സുൽഫിയ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. നല്ല കത്താണ് മോളെ, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഉമ്മാന്റെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എല്ലാവരും അവിടെ ആയിപ്പോയല്ലോ, അതെല്ലാം സംഭവിക്കുക. അതൊക്കെ തന്നെ എനിക്കുണ്ട് ചിലപ്പം. എല്ലാവരും ഓരോരുത്തടത്ത് കിടക്കുന്നു, ഞാൻ മാത്രം ഒറ്റയ്ക്കെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട്. ഞാനും ചോദിക്കാറുണ്ട്, നിനക്കൊന്നും ഒരു ദിവസം പോലും ലീവ് കിട്ടത്തില്ലയോടാ എന്നൊക്കെ ചോദിക്കലൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും മോളെ സംബന്ധിച്ചൊരു പുതുമോടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വേദന തോന്നാറുണ്ട്. എന്തായാലും താജ് എന്ത് പറയുന്നു? ഈ ഒരു ഒറ്റയ്ക്കിരിക്കലിന്റെ ഒരു സങ്കടം കൊണ്ടുള്ള ദേഷ്യമാണോ?